കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തി അട്ടിമറി ശ്രമമെന്നാണ് പോലീസിന്റെ നിഗമനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളി, കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. എന്താണ്, ആരാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിൽ എന്നുള്ളതിലെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനമായും ഒരു വലിയൊരു അപകടത്തിൽ നിന്നുമാണ് പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടലിൽ നിന്നും അപകടമാണ് ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. കൊല്ലം കുണ്ടറയ്ക്കടുത്തായിട്ട് കുണ്ടറ പഴയ ഫയർ സ്റ്റേഷനടുത്തായിട്ടുള്ള ഫയർഫോഴ്സ് ഓഫീസിനടുത്തായിട്ടുള്ള സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിൽ പാളത്തിൽ ഒരു വലിയൊരു ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം പൊക്കി വെക്കാൻ പറ്റുന്ന തരത്തിലല്ലായിരുന്നു ആ പോസ്റ്റിന്റെ ഭാരം എന്ന് പറയുന്നത്. 2, 3, 4 പേർ മാത്രം വിചാരിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു പോസ്റ്റ് അവിടെ ആ ഒരു പാളത്തിലേക്ക് നീക്കി വെക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറഞ്ഞിരുന്നത്. ഈ പ്രദേശവാസികൾ രാവിലെ പുലർച്ചെ 2:30 മണിയോടെയാണ് ഇങ്ങനെയൊരു പോസ്റ്റ് പാളത്തിലായി കണ്ടെത്തിയത്. അതിനുശേഷം 3:30 വലിയ രീതിയിൽ ഒരു അപകടം നടന്നേനെ, പക്ഷേ അത് വലിയ രീതിയിൽ ഒഴിവായിരിക്കുന്നു പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടൽ മൂലം. കാരണം അതിനുശേഷമാണ് 3:30 പാലരുവി എക്സ്പ്രസ് എല്ലാം അതുവഴി കടന്നു പോകേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും 2:30 ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് പാളത്തിൽ കണ്ടെത്തിയത്. പിന്നീട് അതുവഴി നടന്നുപോയ പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ച് എഴുകോൺ പോലീസ് എത്തിയാണ് ഈ ഒരു പോസ്റ്റ് ആ ഭാഗത്തു നിന്നും എടുത്തു മാറ്റിയത്. നേരത്തെ തന്നെ ഏറെ കാലമായി അതിന് വശങ്ങളിലായി കിടന്നിരുന്ന ഒരു ടെലിഫോൺ പോസ്റ്റായിരുന്നു, ഉപയോഗശൂന്യമായൊരു ടെലിഫോൺ പോസ്റ്റായിരുന്നു. പ്രദേശവാസികളടക്കം അല്ലെങ്കിൽ പോലീസ് അടക്കം പറയുന്നത് ഇത് ഒരാളെ കൊണ്ട് മാത്രം ഇതെടുത്ത് പാളത്തിലേക്ക് വെക്കാൻ സാധിക്കില്ല. 2, 3, 4 പേരുടെ ഇടപെടൽ ഈ ഒരു പോസ്റ്റ് എടുത്തു വെക്കുന്നതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം കൂടി പ്രദേശവാസികളും പ്രധാനമായും പോലീസും പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 4:30 വീണ്ടും ഈ ഒരു പോസ്റ്റ് ആ മേഖലയിൽ അതിന് അടുത്തായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് പാളത്തിന് കുറുകെയായി വീണ്ടും ഈ ടെലിഫോൺ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു എന്നുകൂടി പ്രദേശവാസികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എഴുകോൺ പോലീസ് എത്തിയാണ് ഈ പോസ്റ്റ് നീക്കം ചെയ്തത്. അതോടൊപ്പം തന്നെ RPF ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. റെയിൽവേ പോലീസും ഇതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അട്ടിമറി ശ്രമത്തിൽ നിന്നാണ് ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊരു അട്ടിമറി ശ്രമം എന്നുള്ള തരത്തിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം തൊട്ടേ ഇതൊരു അട്ടിമറി ശ്രമം എന്ന് തന്നെയാണ് പോലീസും റെയിൽവേ പോലീസും പറഞ്ഞിരിക്കുന്നത്, റെയിൽവേ ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു സമയത്തെ വരാനിരിക്കുന്ന ട്രെയിനുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കം കൂടിയാണോ എന്നുള്ള തരത്തിലും കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കാരണം 2:30 ഈ ഒരു പാളത്തിൽ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. 3:30 പാലരുവി എക്സ്പ്രസ് കടന്നു പോകേണ്ട പാളം കൂടിയാണ്. പാലരുവി എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ലോങ് ട്രെയിൻ ആണ്, അല്ലെങ്കിൽ തമിഴ്നാട് വഴി പിന്നീട് അങ്ങോട്ട് കടക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. ഇത്തരത്തിലൊരു ട്രെയിനിനെ മാത്രം ഉദ്ദേശിച്ചാണോ ഇത്തരത്തിലൊരു നീക്കം നടന്നത്, അല്ലെങ്കിൽ വെറുതെ ഒരു തമാശ രൂപേണ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളതൊക്കെയാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും ഇതൊരു അട്ടിമറി ശ്രമം എന്നുള്ളത് തന്നെ ആണ് പോലീസും റെയിൽവേ അധികൃതരും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൃന്ദ, തലനാരിടയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസ്.